മരിയ, നീ എന്റെ ക്രിസ്മസ് റീത്ത് കണ്ടോ? ഹായ്, കൊള്ളാലോ. ദേ നോക്കിയേ, എന്റെ പുതിയ LED സ്റ്റാർ കണ്ടോ? ഇതാണിപ്പോ ട്രെൻഡ്. ഹായ്, കൊള്ളാലോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ. നിങ്ങൾ എല്ലാം ഒരുക്കി കഴിഞ്ഞല്ലേ? നിന്റെ ക്രിസ്മസ് ഒരുക്കം എന്തായി? ഞാനൊന്നും വാങ്ങിയില്ല. എന്നാലും എനിക്ക് സങ്കടമില്ല. ക്രിസ്മസിന്റെ സന്തോഷം ഹൃദയത്തിലല്ലേ? ഹൃദയത്തിലോ? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മേ, എൻ്റെ കൂട്ടുകാരെല്ലാരും പുതിയ വസ്ത്രങ്ങളും പുതിയ സ്റ്റാറും വാങ്ങി. ഞാനൊന്നും വാങ്ങിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചിരി. അത് തെറ്റാണോ അമ്മേ? ഇല്ല മോളെ, ഉണ്ണിയേശു ജനിച്ചപ്പോൾ അവിടെ അലങ്കാരങ്ങളും വെളിച്ചവും ഉണ്ടായിരുന്നോ? ഇല്ല അമ്മേ, ചെറിയൊരു പുൽക്കൂട് മാത്രം. അതെ, ഉണ്ണിയേശു ലാളിത്യത്തിൽ ജനിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, വിനയമുള്ളവരെ ദൈവം ഉയർത്തുവെന്ന്. അതാണല്ലേ ലാളിത്യത്തിന്റെ ശക്തി? അതേ മോളെ, ചെറിയ കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്താൽ അത് ദൈവത്തിന് കൂടുതൽ ഇഷ്ടമാകും. പറഞ്ഞതെല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഇന്ന് കൂടിയുള്ളല്ലോ നമുക്ക് ക്ലാസ്. ഇന്നു മുതൽ ക്രിസ്മസ് അവധി സ്റ്റാർട്ട് ചെയ്യല്ലേ? മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ക്രിസ്തു ജനിച്ച സ്ഥലം ഏതായിരുന്നു? പുൽക്കൂട്. അതെ, അതൊരു ലാളിത്യത്തിന്റെ സ്ഥലം. മനസ്സിൽ സമാധാനമുള്ളവർക്കാണ് യഥാർത്ഥ സന്തോഷം. ടീച്ചർ, എങ്കിൽ നമ്മൾ ക്രിസ്മസിന് ചെയ്യണ വലിയ അലങ്കാരങ്ങളൊക്കെ പ്രധാനമാണോ? അത് സന്തോഷത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം നൽകുന്നതാണ്. ടീച്ചർ, അതാണ് അമ്മ പറഞ്ഞത്. ഹൃദയത്തിൽ കൂടുതൽ വെളിച്ചമുള്ളവർക്കാണ് ക്രിസ്മസ് കൂടുതൽ മനോഹരം. ശരിയാണ് മരിയ. നമ്മൾ എന്താണ് ധരിക്കുന്നത് എന്നതിലല്ല, നമ്മൾ എന്താണ് പങ്കിടുന്നത് എന്നതാണ് യഥാർത്ഥ ക്രിസ്മസ്. ശരി, നിങ്ങൾ പഠിക്ക്, ഞാനിപ്പോൾ വരാം. മരിയെ, ഞങ്ങൾ തെറ്റായി ചിന്തിച്ചു. അലങ്കാര വസ്തുക്കൾ വലുതാണെന്ന് ഞങ്ങൾ കരുതി. സത്യത്തിൽ നിന്റെ മനസ്സാണ് ഏറ്റവും വലിയ ക്രിസ്മസ് അലങ്കാരം. അങ്ങനെയല്ല, നമ്മൾ എല്ലാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ക്രിസ്മസ് കൂടുതൽ മനോഹരമാവും. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ ക്രിസ്മസിന് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താലോ? അതെ, സ്കൂളിൽ സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് നമുക്ക് സമ്മാനം കൊടുത്താലോ? അതാണ് യഥാർത്ഥ ക്രിസ്മസ്. നമുക്ക് അങ്ങനെ ചെയ്യാം. സ്നേഹം പങ്കിടുമ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്.